ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിൻ്റെ ഓർമ്മയിൽ വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. സ്ഥാനാർത്ഥികൾക്കെല്ലാം ഈ പെരുന്നാളിൻ്റെ തിരക്കിലാണ്. ഈ അവസരത്തിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നമ്മളോടൊപ്പം ചേരുന്നു. പെരുന്നാൾ വിശേഷങ്ങളും ഒപ്പം രാഷ്ട്രീയ വിശേഷങ്ങളും പങ്കുവയ്ക്കാൻ. എന്തൊക്കെയാണ് ഈ പെരുന്നാളിൻ്റെ ഈ തിരക്കിനിടയിൽ പെട്ടെന്ന് ഓർമ്മിക്കാവുന്ന കാര്യം? അല്ല, പെരുന്നാൾ എനിക്കിങ്ങനെ നേരത്തെ എൻ്റെ പിതാവ് കൂടെ ഉണ്ടായിരുന്നപ്പോഴുള്ള പെരുന്നാളിൻ്റെ ഓർമ്മകൾ. പിന്നെ അദ്ദേഹം തന്നെ വളരെ കൃത്യമായി എന്ത വിഭവങ്ങൾ വേണമെന്ന് പോലും അദ്ദേഹം തീരുമാനിക്കുക. പിന്നെ മാത്രമല്ല, പെരുന്നാൾ ആഘോഷിക്കാത്ത കുറേ ആളുകളെ അവരൊക്കെ വിളിക്കും. അവരുടെ കൂടെയാണ് ഭക്ഷണം കഴിക്കുക, പെരുന്നാൾ ഭക്ഷണം കഴിക്കുക. അങ്ങനെയുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും പിതാവ് വിളിച്ചിരുന്ന ആളുകളെയൊക്കെ ഞാനും വിളിച്ചുകൊണ്ടാണ് നമ്മുടെ ഉച്ചയ്ക്ക് തീന്മേശയിൽ ഭക്ഷണം വിളമ്പി വെച്ച് അവരോടൊത്താണ് ഭക്ഷണം കഴിച്ചാണ് പെരുന്നാൾ ആഘോഷിക്കാറുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ച്, കാരണം വളരെ ഷോർട്ട് പീരീഡാണ് ഇലക്ഷനുള്ളത്. അതിനിടയിലുള്ള ഓട്ടപ്പാച്ചിലാണ്. അതിനിടയിൽ ഒരു 2 ദിവസത്തെ, കാരണം കുടുംബത്തോടെയൊക്കെ കൂടെ നിൽക്കാൻ ഒരവസരം എന്ന രൂപത്തിൽ എനിക്കൊരാശ്വാസമാണ് തോന്നിയത് ഇടയ്ക്ക്. എന്തായാലും ബലിപെരുന്നാളിൻ്റെ ഓർമ്മകൾ അതൊരു വലിയ ഓർമ്മകൾ തന്നെയാണ്. എൻ്റെ ബാല്യകാലത്താണെങ്കിലും എൻ്റെ യൗവനകാലത്താണെങ്കിലും ഒക്കെ വളരെ മാറ്റമുണ്ട് വർത്തമാനകാലത്ത് അതുമായി സംബന്ധിച്ച്. എന്തായാലും കൂടുതൽ ആളുകളെ കാണാനും ഇപ്പോൾ ഈ 2 ദിവസത്തെ ഇടവേളയിൽ പരമാവധി ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. നിലമ്പൂരിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും നഗരസഭാ ചെയർമാനുമായുള്ള ഒട്ടേറെ ശ്രദ്ധേയമായ പദ്ധതികളെല്ലാം മുന്നോട്ട് വെച്ചൊരു വ്യക്തിയാണ് താങ്കൾ. എന്താണ് നിലമ്പൂരിനെ പറ്റിയുള്ള ഈ മത്സരരംഗത്ത് നിൽക്കുമ്പോൾ കാഴ്ചപ്പാട്? അല്ല, നിലമ്പൂരിനെ ഇടക്കാലത്ത് നിലമ്പൂർ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു. ഇടതുപക്ഷ സർക്കാർ പൂർണ്ണമായും അവഗണിച്ച ഒരു നാടായി നിലമ്പൂർ മാറി. UDF കൊണ്ടുവന്ന വികസന പദ്ധതികൾ പോലും അവർ പാതി വഴിയിലിട്ട് പോയി. അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം. അതിനൊരു തുടർച്ച, ആ പദ്ധതികളുടെ തുടർച്ചയുണ്ടാവണം. അതിനൊക്കെ വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടം തന്നെ നടത്തേണ്ടതുണ്ട്. അതുപോലെ കാട്ടുമൃഗശല്യം ക്രൂരമായി ആക്രമിക്കപ്പെടുന്നു. കാട്ടാനകളാൽ ആക്രമിക്കപ്പെട്ട് രക്തസാക്ഷികളാവുന്ന കർഷകർ, ആദിവാസികളുടെ പുനരധിവാസം, കവളപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ട് പുനരധിവാസം ലഭിക്കാതെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ജനങ്ങൾ, അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യും. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന ചർച്ചാ വിഷയം. അതുപോലെ തന്നെ 9 വർഷമായി കേരളം ഇന്ന് അനുഭവിക്കുന്ന ദുരിതാവസ്ഥ, ഇതും ഈ പ്രധാനമായി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യും. ഈ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഓരോ ആളുകളെയും, നിങ്ങൾ ചോദിച്ച പോലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, നഗരസഭയൊക്കെ ആയതുകൊണ്ട് ഓരോ ആളുകളെയും വളരെ പേഴ്സണലായി അറിയാവുന്നതാണ്. അവരൊക്കെ നേരിട്ട് കണ്ട് വോട്ട് ചോദിച്ച് മുന്നോട്ട് പോകുന്നത് ഒരു നല്ല ഭൂരിപക്ഷത്തിന് നിലമ്പൂർ ജയിക്കാനാണ്. വികസന പ്രശ്നങ്ങളെ മാറ്റിയിട്ട് രാഷ്ട്രീയ വിവാദങ്ങളാണ് കൂടുതലുണ്ടാവും. എങ്ങനെയാണ് ഇതിനൊക്കെ നോക്കുന്നത്? താങ്കൾ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്? ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 9 വർഷത്തെ ഭരണത്തിൻ്റെ ദുരിതാവസ്ഥ, ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതാവസ്ഥ, നിലമ്പൂരിൻ്റെ വികസനം മുരടിപ്പ്, നിലമ്പൂരിലെ ആളുകൾ ഇന്ന് അനുഭവിക്കുന്ന ദുരിതപൂർണമായ അവസ്ഥ, ഇതൊക്കെ തന്നെയായിരിക്കും ഇവിടെ ചർച്ച. അതിൽ വ്യത്യസ്തമായി ഇത്തവണ വലതു മുന്നണിക്കൊപ്പം തന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി, നേരത്തെ ഇവിടെ MLA ആയിരുന്ന ആൾ കൂടി സ്ഥാനാർത്ഥി വന്നു. അപ്പോൾ NDA വ്യത്യസ്തനായ ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിച്ചു. ഇതെല്ലാം തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും? കുറേ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് LDF UDF തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലാണ്, പെരുന്നാളിൻ്റെ തിരക്കിലാണ്. എല്ലാവിധ പെരുന്നാൾ ആശംസകളും ഒപ്പം വിജയാശംസകളും. താങ്ക് യു. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണ് തൻ്റെ പെരുന്നാൾ ചിന്തകളും ഒപ്പം രാഷ്ട്രീയ വിഷയങ്ങളും ഇവിടെ നമ്മളോടൊപ്പം പങ്കുവച്ചത്. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം TK അരവിന്ദൻ, അമൃത ന്യൂസ്.